Hi dears, welcome back to my channel. ഞാൻ വന്നിട്ടുള്ളത് മല്ലിയില നമുക്ക് ഒരുപാട് കാലം കേടാവാതെ സൂക്ഷിക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒരുപാട് കാലം ടിഷ്യൂ പേപ്പറിലൊക്കെ വെച്ചിട്ട് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാറുണ്ട്. എന്നാൽ ഇത് അതുപോലെയല്ല, ഇത് നമ്മൾ എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതിൻ്റെ മണവും രുചിയും ഒക്കെ അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതാ മല്ലിയില എടുക്കുമ്പോൾ കുറച്ച് അധികം എടുത്തോളൂ കേട്ടോ, കാരണം നമ്മളിത് എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ മല്ലിയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഉണ്ടല്ലോ, നമുക്കതിൽ നിന്ന് വെള്ളം നന്നായിട്ട് തന്നെ പോകാനും വേണ്ടിയിട്ട് ഞാനൊരു ടവൽ വിരിച്ചിട്ട് അതിലേക്കൊന്നങ്ങ് നിവർത്തി ഇട്ട് കൊടുത്തിട്ട് ഫാനിൻ്റെ താഴെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ ഇലകളിൽ നിന്ന് നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഇതുപോലെ ഒന്നങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു അരമണിക്കൂറൊക്കെ ഒന്നങ്ങ് ജസ്റ്റ് ഫാൻ ഇട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി വെള്ളമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഉണ്ടല്ലോ, നമുക്ക് ഇതിൽ നിന്ന് ഇല മാത്രം അങ്ങ് പൊട്ടിച്ചെടുക്കാം കേട്ടോ. തണ്ട് ഒട്ടും തന്നെ ഉണ്ടാവരുത്, കാരണം തണ്ടും ഇലയും കൂടെ ഒന്നിച്ച് നമ്മൾ എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തണ്ട് ഒന്ന് മൊരിയാതെ ഇരിക്കും, ഇല മാത്രം അങ്ങ് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇല മാത്രം അങ്ങ് പൊട്ടിച്ചെടുക്കുകയെന്നേ. തണ്ട് മാത്രം ആകുമ്പോൾ പെട്ടെന്നൊന്നും വാടിപ്പോവില്ല. അതുകൊണ്ട് നമുക്ക് കനം കുറവുള്ള തണ്ടൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കറികളുടെ കൂടെ അത് ചേർത്ത് കൊടുക്കാനും, അതുപോലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ മസാല വരട്ടിയെടുക്കുമ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ഇലകളൊക്കെ ഒന്നങ്ങ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എയർ ഫ്രയറിൻ്റെ ആ ഒരു ട്രേയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ജസ്റ്റ് കത്രിക വെച്ചിട്ട് ഒന്നങ്ങ് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കാം. കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ വലിയ ഇലയും ചെറിയ ഇലയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഒന്നിച്ചാക്കാനും വേണ്ടിയിട്ട്, അതേ ഒരേ വലിപ്പത്തിലാവാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഇതങ്ങനെ പിടിച്ചിട്ട് ഒന്നങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്നങ്ങ് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാതും ഒരേ വലിപ്പമായി കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാതും ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നാണ്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ ഇലകളിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ടൈമിൽ ഇത് കിട്ടിയെന്ന് വരില്ല. ഈ ഒരു മല്ലിയില ഞാൻ എയർ ഫ്രയറിൻ്റെ താഴെയുള്ള ആ ട്രേയിലാണ് വെച്ച് കൊടുത്തത്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ മേലത്തെ ആ ട്രേ വെച്ച് കൊടുത്തിട്ട് വേണം എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. കാരണം ഇല ആയതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് പോകും ഒന്നങ്ങ് ജസ്റ്റ് മൊരിഞ്ഞ് വരുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ടൈം 5 മിനിറ്റ് സെറ്റ് ചെയ്ത് 180 ഡിഗ്രിയിൽ മാനുവൽ മോഡിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 മിനിറ്റ് ആയപ്പോൾ ഒന്ന് ജസ്റ്റ് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആ പച്ച കളറൊന്നും നഷ്ടാവുകയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും പറയുകയാണ്, എല്ലാവരുടെ എയർ ഫ്രയറിലും ഒരുപോലെ ആയിരിക്കില്ല ടൈമൊക്കെ, കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ടൈം കുറഞ്ഞിട്ടുണ്ട്, ഇത്ര ടൈം വേണ്ട എന്നൊക്കെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വെച്ച് കൊടുക്കുന്ന ടൈം എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ എയർ ഫ്രയറും പല ഇതിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഇതിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഒരു എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചൂടോട് കൂടിയിട്ട് നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഈ മൊരിച്ചിലൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ചൂടാറിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഉണ്ടല്ലോ, നമുക്കിത് കറി വയ്ക്കുമ്പോഴും അതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതിലേക്ക് കുറച്ചങ്ങ് വാരിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ആ ടേസ്റ്റും മണമൊക്കെ അതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇതുപോലെ തന്നെ ഇരിക്കും. യാതൊരു കേടാവുകയും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.